സ്വാഗതം. ഇന്ന് നമ്മൾ റോബിൻ ശർമ്മയുടെ ആ പ്രശസ്തമായ പുസ്തകമില്ലേ, സന്യാസിയുടെ ഫെറാറി, അതിനെക്കുറിച്ചാണ് കുറച്ച് സംസാരിക്കാൻ പോകുന്നത്. അത് തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമായ പുസ്തകമാണ്. അതെ, നമ്മുടെ കയ്യിലുള്ളത് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാന ആശയങ്ങൾ പറയുന്ന ഒരു സംഗ്രഹമാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാ, ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സഹായിക്കുന്ന ഇതിലെ പ്രധാന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് വേഗത്തിൽ മനസ്സിലാക്കുക. ശരി. കഥയുടെ തുടക്കം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വലിയ വിജയം നേടിയ ഒരു വക്കീല്, ജൂലിയൻ മാൻട്രൽ. അതെ, അദ്ദേഹം തന്റെ ആഡംബര കാറായ ഫെറാറിയൊക്കെ വിറ്റ് ജീവിതത്തിന്റെ അർത്ഥം തേടി പോകുന്നു. ശരിയാണ്. അപ്പൊ ശരി, നമുക്ക് അതിലേക്ക് കടക്കാമല്ലേ? തീർച്ചയായും. ഈ ജൂലിയൻ മാൻട്രൽ വളരെ ഉയർന്ന നിലയിൽ ജീവിച്ച ഒരു വക്കീലാണ്. തിരക്കേറിയ ജീവിതം, വലിയ സമ്പാദ്യം, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോടതി മുറിയിൽ വെച്ച് അദ്ദേഹത്തിനൊരു ഹൃദയാഘാതം വരുന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതോടെ അദ്ദേഹം തന്റെ ജീവിത രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. തന്റെ വലിയ വീട്, ആ പ്രിയപ്പെട്ട ചുവന്ന ഫെറാറി, എല്ലാം ഉപേക്ഷിച്ചു. അതെ, എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ ഒരു ആഴത്തിലുള്ള അർത്ഥം തേടി ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ ഹിമാലയത്തിലെ ശിവാന എന്നൊരു സാങ്കല്പിക സ്ഥലത്തെത്തുന്നു. അവിടെയുള്ള സന്യാസിമാരിൽ നിന്നാണ് അദ്ദേഹം പുതിയ ജീവിത പാഠങ്ങൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫാന്റസി അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥയിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതാണ്. ശരിയാണ്. സ്വപ്നങ്ങൾ എങ്ങനെ നേടാം, ലക്ഷ്യത്തിൽ എങ്ങനെ എത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലെ പ്രധാന ഊന്നൽ ഭൗതികമായ വിജയത്തിനപ്പുറം ആന്തരികമായ സംതൃപ്തി. അതെ, ആന്തരികമായ സമാധാനവും സംതൃപ്തിയും എങ്ങനെ കണ്ടെത്താം എന്നതിലാണ്. ഇതൊരു വെറും വിജയകഥയല്ല, മറിച്ച് ഒരു അർത്ഥം തേടിയുള്ള യാത്രയാണ്. ശരിയാണ്. അപ്പോ പുസ്തകത്തിലെ ആ 7 പ്രധാന തത്വങ്ങളിലേക്ക് വരാം. ആദ്യത്തേത് മനസ്സിനെ മെരുക്കുക, അല്ലെങ്കിൽ മാസ്റ്റർ യുവർ മൈൻഡ് എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. നമ്മള് സാധാരണ പോസിറ്റീവായി ചിന്തിക്കണം എന്നൊക്കെ പറയാറില്ലേ? അതിനപ്പുറം ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ യാഥാർത്ഥ്യം എന്നത് നമ്മുടെ പഴയ ചിന്തകളുടെ ഫലമാണ്. അതെ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശ്രദ്ധയും പോസിറ്റീവ് ചിന്തയും വളർത്തണം. ഇതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. തീർച്ചയായും. ഈ ഒന്നാമത്തെ പാഠം, അതായത് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത്, മറ്റു ചില പ്രധാന ആശയങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ലക്ഷ്യം പിന്തുടരുക എന്നത്, അതായത് ജീവിതത്തിൽ വ്യക്തമായൊരു ഉദ്ദേശം വേണം. പർപ്പസ്. അതെ, പർപ്പസ്. അതുപോലെ കൈസൻ പരിശീലിക്കുക എന്നൊരാശയമുണ്ട്. കൈസൻ അതെന്താണ്? അതായത് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. എല്ലാ ദിവസവും കുറച്ചെങ്കിലും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ചെറിയ മാറ്റങ്ങൾ മതി. ഓക്കെ, അപ്പോ ലക്ഷ്യം, പിന്നെ തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. ഇവയെല്ലാം ശരിയായി നടക്കണമെങ്കിൽ അച്ചടക്കത്തോടെ ജീവിക്കുക എന്നതും വേണം. അതായത് ചില ചിട്ടകൾ, നല്ല ശീലങ്ങൾ, അതൊക്കെ വളർത്തിയെടുക്കണം. ശരിയാണ്. അച്ചടക്കമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഇവയെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനസ്സ് നിയന്ത്രിച്ചാൽ ലക്ഷ്യം കാണാം, മെച്ചപ്പെടുത്താം. അതിന് അച്ചടക്കം വേണം. മറ്റു പാഠങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം. നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുക. സമയത്തിന്റെ വില വളരെ പ്രധാനം. സമയം പാഴാക്കാതിരിക്കുക. പിന്നെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുക. അതെ, കൊടുക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എനിക്ക് തോന്നിയത് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നതാണ്. ലിവ് ഇൻ ദ നൗ. ശരിയാണ്. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അധികം ആകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പാഠങ്ങളെല്ലാം കേൾക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് തോന്നും. ഇതിന്റെയൊക്കെ ഒരു കാതൽ എന്താണ്? ഈ ആശയങ്ങളൊക്കെ ഓർമ്മിക്കാൻ പുസ്തകത്തിലൊരു ടെക്നിക്ക് പറയുന്നുണ്ട്. ജൂലിയന് ആ സന്യാസിമാർ ഒരു പ്രതീകാത്മക കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പൂന്തോട്ടം. അതെ, ഒരു സമൃദ്ധമായ പൂന്തോട്ടം, ഒരു വിളക്കുമാടം, പിന്നെ ഒരു സുമഗുസ്തിക്കാരൻ, ഒരു പിങ്ക് വയർ കേബിൾ, ഒരു സ്റ്റോപ്പ് വാച്ച്, നല്ല മണമുള്ള റോസാപ്പൂക്കൾ, പിന്നെ വജ്രങ്ങൾ പൊതിച്ചൊരു പാത. ശരി, ഇവയോരോന്നും ഓരോ പാഠത്തെയാണോ സൂചിപ്പിക്കുന്നത്? അതെ. ഉദാഹരണത്തിന്, ആ പൂന്തോട്ടം നമ്മുടെ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പൂന്തോട്ടം നന്നായി നോക്കുന്നത് പോലെ മനസ്സിനെയും ശ്രദ്ധയോടെ പരിപാലിക്കണം. നെഗറ്റീവ് ചിന്തകളാകുന്ന കളകൾ പറിച്ചുകളയണം. കൊള്ളാം. അപ്പൊ വിളക്കുമാടമോ? വിളക്കുമാടം നമ്മുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റില്ല. ഓക്കെ. സുമഗുസ്തിക്കാരൻ? ചിടക്കത്തെയും. പിങ്ക് വയർ കേബിളോ? അത്
സ്വയം അച്ചടക്കത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു. ചെറിയ ശീലങ്ങൾ കൂടിച്ചേർന്ന് വലിയ ശക്തിയാകുന്നത് പോലെ. സ്റ്റോപ്പ് വാച്ച് സമയത്തെ ബഹുമാനിക്കാനും. അതെ, റോസാപ്പൂക്കൾ നിസ്വാർത്ഥ സേവനത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സൗന്ദര്യവും സന്തോഷവും കൊണ്ടുവരുന്നതിനെയും. അവസാനമായി വജ്രങ്ങൾ പതിച്ച പാത. അത് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുന്നതിന്റെ സന്തോഷത്തെയും അത്ഭുതത്തെയും കുറിക്കുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, വജ്രം പോലെ. അപ്പോ ഈ കഥയിലൂടെ ആ 7 തത്വങ്ങളും ഓർക്കാനെഴുത്തുമാണ്. അതെ, വെറുതെ തത്വങ്ങൾ പറയുന്നതിനേക്കാൾ ഈ പ്രതീകങ്ങൾ ഓർത്തുവെക്കാൻ സഹായിക്കും. ശരിയാണ്. അപ്പോ പുസ്തകത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയാവുന്നത് എന്താണ്? അവസാനത്തെ സന്ദേശം കൂടുതൽ അർത്ഥത്തോടെ, ലാളിത്യത്തോടെ, പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ വിജയത്തിന്റെ പിന്നാലെ ഓടുമ്പോ ആരോഗ്യം, സമാധാനം, സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെടുത്താറുണ്ടല്ലേ? തീർച്ചയായും. അതിനൊരു ബ്രേക്ക് ഇടാൻ, ഒന്ന് നിർത്തി ചിന്തിക്കാൻ ഈ പുസ്തകം സഹായിക്കും. ഇതൊരു ഉണർത്തുവിളിയാണ്. അതെ. അപ്പൊ പ്രധാന പാഠം ഇതാണ്: യഥാർത്ഥ സംതൃപ്തി വരുന്നത് പുറമേ കാണുന്ന നേട്ടങ്ങളിൽ നിന്നല്ല, ഫെറാറിയിൽ നിന്നോ വലിയ വീട്ടിൽ നിന്നോ അല്ല. മറിച്ച് അത് വരുന്നത് നമ്മുടെ ഉള്ളിലെ വളർച്ചയിൽ നിന്നാണ്. ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നതിൽ നിന്നും, ഓരോ നിമിഷവും ആസ്വദിച്ച് വർത്തമാനത്തിൽ ജീവിക്കുന്നതിൽ നിന്നുമാണ്. ഒരു കാര്യം കൂടി പറയാം. പുസ്തകത്തിൽ ജൂലിയൻ ഫെറാറി വിൽക്കുന്നുണ്ടല്ലേ? അതൊരു പ്രതീകമാണ്. ഭൗതികമായ ഒന്നിനെ ഉപേക്ഷിക്കുന്നു. അതെ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ശിവാനെ, ആ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ട ഫെറാറി എന്തായിരിക്കും? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ അത് ചില ഭൗതികമായ കെട്ടുപാടുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ സമയവും ഊർജവും കളയുന്ന ചില ശീലങ്ങളോ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളോ ആകാം. എന്താണ് നിങ്ങളുടെ ഫെറാറി? അതെ, എന്താണ് നിങ്ങളുടെ ഫെറാറി? ഈ ചർച്ച കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് സ്വയം ചോദിക്കാനും കണ്ടെത്താനുമുള്ള ഒരു ചോദ്യം.